അലിയും സഹോദരന്മാരും. പണ്ട് 3 സഹോദരന്മാർ ജീവിച്ചിരുന്നു: അലി, ഹാസിം, ഖാലിദ് എന്നിവർ. അലി കഠിനാധ്വാനം ചെയ്ത് ധാരാളം പണം സമ്പാദിച്ചു. ഒരു ദിവസം 2 ഭിക്ഷക്കാർ അയാളുടെ കടയിൽ വന്നു. ദേവി, ഇത് ഞങ്ങൾക്ക് കുറച്ച് പണം തന്ന് സഹായിക്കണം. ഹാസിം, ഖാലിദ്, എന്റെ സഹോദരന്മാർ, നിങ്ങൾ എങ്ങനെ ഇത്ര പാവപ്പെട്ടവരായത്? ഏതായാലും ഇനി എന്റെ കൂടെ താമസിച്ചോളൂ. അലി അവരെ തന്റെ ഭാര്യ ലൈലയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അവളും അവരെ സ്നേഹത്തോടെ സ്വീകരിച്ചു. ലൈലെ, ഇവരെന്റെ സഹോദരന്മാർ ഖാലിദും ഹസീമുമാണ്. വരൂ സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങൾക്കൊരു പുതിയ വ്യാപാരം തുടങ്ങാനായി 500 സ്വർണനാണയങ്ങൾ തരാം. അലി പുറത്തേക്ക് പോയപ്പോൾ 2 സഹോദരന്മാരുടെയും സംഭാഷണം ലൈല കേൾക്കാനിടയായി. അലി വലിയ പണക്കാരനാ, നമുക്കവനെ കൊന്ന് സ്വത്ത് മുഴുവൻ മോഷ്ടിക്കണം. ലൈലയ്ക്ക് നന്ദി കെട്ട ഈ സഹോദരന്മാരോട് ദേഷ്യം തോന്നി. അവൾ അവരുടെ മേൽ മാന്ത്രിക ശക്തി പ്രയോഗിച്ചു. എന്തൊരു ധൈര്യം! എന്റെ ഭർത്താവിനെ കൊല്ലാൻ ശ്രമിക്കുന്നോ? ഞാൻ എന്റെ മാന്ത്രിക ശക്തി ഉപയോഗിക്കട്ടെ. നിങ്ങൾ ശ്വാനന്മാരാകട്ടെ. 2 സഹോദരന്മാരും ശ്വാനന്മാരായി മാറി. കുറച്ചു കഴിഞ്ഞ് അലി തിരിച്ചു വന്നു. ലൈലെ, പുറത്ത് 2 ശ്വാനന്മാർ നിൽക്കുന്നുവല്ലോ, എവിടുന്ന് വന്നു അവ? നടന്ന സംഭവങ്ങൾ ലൈല വിവരിച്ചു. പക്ഷെ ദയവായി അവരെ മനുഷ്യരാക്കി മാറ്റിയേക്ക്. ക്ഷമിക്കണം അലി, ആ മന്ത്രം ഞാൻ ഉച്ചരിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത 10 വർഷത്തേക്ക് ഇവർ നായ്ക്കളായിരിക്കും. അലി ആ നായ്ക്കളെ നന്നായി പരിപാലിച്ചു, അയാളുടെ സഹോദരന്മാരെ.